ഹായ് സ്റ്റുഡൻസ്, SLC IT മോഡൽ എക്സാമിലെ ആനിമേഷൻ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ നോക്കാം. ക്രിയേറ്റ് ആൻ ആനിമേഷൻ ഓഫ് എ ബേർഡ് ഫ്ലൈയിങ് എവേ ഫ്രം എ ട്രീ യൂസിംഗ് ഓപ്പൺടൂൺ സോഫ്റ്റ്വെയർ. Copy the OpenToons folder from the exam 10 documents and paste it to the documents folder in home. Set the following video profile for the scene that is being created. Scene name, scene 1, camera size, അതേപോലെ units, frame rate. The animation scene being created should be for 5 seconds. Use the image namely scenery1.png given in the OpenToons folder as background. The sequence images given in the bird1 folder in OpenToons can be used. Include the audio file namely music1.mp3 given in the OpenToons folder. Save the completed animation scene with your register number _ flying bird as file name to exam 10 products as MP4 video. If it is exported to desktop, rename it and copy to exam 10 products folder. ഇതിൻ്റെ മലയാളത്തിലെ ക്വസ്റ്റ്യനും കൂടി നോക്കാം. മരത്തിൻ്റെ മുകളിൽ നിന്ന് ദൂരേക്ക് പറന്നു പോകുന്ന ഒരു പക്ഷിയുടെ ആനിമേഷൻ ഓപ്പൺടൂൺ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഫയൽ ഡോക്യുമെൻറ്റ്സിലേക്ക് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഫയൽസ് എടുക്കുന്നു. ഇവിടെ exam 10 ഡോക്യുമെൻറ്റ്സിൽ ഈ ഓപ്പൺടൂൺസിനുള്ള ഫോൾഡർ കാണാം. അത് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്കിൽ കോപ്പി. ഇനി ഇവിടെ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത് കാണാം. ആ ലൊക്കേഷൻ സെലക്ട് ചെയ്തു, ഇവിടെ റൈറ്റ് ക്ലിക്കിൽ പേസ്റ്റ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോൾഡർ ഡോക്യുമെൻറ്റ്സിലേക്ക് പേസ്റ്റ് ചെയ്തത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ഇവിടെ ഉള്ളതുപോലെ ഈ ഒരു സീൻ ആദ്യം ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു സീൻ ആദ്യം നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഓപ്പൺടൂൺസ് ഓപ്പൺ ചെയ്യാം. ഷോ ആപ്ലിക്കേഷൻസിൽ ഇവിടെ ഓപ്പൺടൂൺസ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു നെയിമും തന്നിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ന്യൂ പ്രൊജക്റ്റ് എടുത്തിട്ട് ബേർഡ് എന്ന് കൊടുക്കുന്നു. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലുണ്ടാവും ഇന്ന നെയിം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ബേർഡ് എന്ന് കൊടുത്തു, ഓക്കെ ക്ലിക്ക് ചെയ്തു. ഇനി ഇവിടെ ക്രിയേറ്റ് എ ന്യൂ സീൻ എന്നുള്ളത് എടുത്തു. അപ്പോൾ ഇവിടെ സീൻ നെയിം എന്നുള്ളിടത്ത് നമുക്ക് തന്നതുപോലെ തന്നെ സീൻ 1 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ സീൻ 1 എന്ന് കൊടുക്കുന്നു. ഇനി അടുത്തത് ക്യാമറ സൈസ് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്തു, HD 720 എന്നുള്ളത് കൊടുക്കാം. ഇനി ഇവിടെ യൂണിറ്റ്സ് എന്നുള്ളിടത്ത് പിക്സലിന് കൊടുക്കുന്നു. ഇനി ഫ്രെയിം റേറ്റ് എന്നുള്ളിടത്ത് 12 എന്ന് ടൈപ്പ് ചെയ്യാം. ഇത്രയും കൊടുത്തു. നമ്മളോട് പറഞ്ഞതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് സീൻ കൊടുക്കാം. ഇനി അവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന 5 സെക്കൻഡിലേക്കാണ് നമുക്ക് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയിട്ട് വേണ്ടത് scenery1.png ആണ്. അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ തുറന്നു വന്നിരിക്കുന്ന ഡ്രോയിങ് റൂമിലാണ്. നമുക്ക് വേണ്ടത് ആനിമേഷൻ റൂമാണ്. ആനിമേഷൻ റൂം എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇവിടെ കാണുന്ന ഈ കോളം 1 ഫ്രെയിം 1ൽ ഈ ഫസ്റ്റ് സെല്ല്, ഇവിടെയുള്ള ഫസ്റ്റ് ഫ്രെയിം നമ്മൾ സെലക്ട് ചെയ്തു. ഇവിടേക്കാണ് നമുക്ക് ആ പിക്ചർ കൊണ്ടുവരേണ്ടത്. ആ പിക്ചർ കൊണ്ടുവരേണ്ട സെല്ല് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി ഇവിടെ ബ്രൗസർ എന്നുള്ളതിലേക്ക് പോന്നു. അവിടെ മൈ ഡോക്യുമെൻറ്റ്സിലാണ് നമ്മളിപ്പോൾ ഫോൾഡർ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഓപ്പൺടൂൺസ് എന്നുള്ള ഫോൾഡർ കാണാം, അത് സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ നമ്മുടെ ഒരുപാട് ഇമേജസിൻ്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് scenery1.png എന്നുള്ളതാണ്. അത് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്കിൽ ലോഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു, അതിലും ലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഇമേജ് അവിടെ വന്നിട്ടുണ്ട്. നമ്മളിനി ആനിമേഷൻ റൂം എടുത്താൽ ഇതാ ഈ ഒരു ഇമേജ് ഇവിടെ വന്നതായിട്ട് കാണാം. ആ ഒരു ഇമേജ് നമുക്കിവിടെ 5 സെക്കൻഡുള്ള ആനിമേഷനാണ്. അപ്പോൾ അതിനായിട്ട് 60 ഫ്രെയിംസിലേക്ക് അത് കൊണ്ടുവരണം. അതിനായിട്ട് ഒന്നെങ്കിൽ നമുക്കിവിടെ ഒന്ന് സെലക്ട് ചെയ്താൽ ഇങ്ങനെ ഇവിടെ ഉള്ളത് ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ട് 60 ഫ്രെയിമിലേക്ക് എത്തിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിക്ചറുള്ള ഈ ഒരു സീനിൽ നമ്മൾ സെലക്ട് ചെയ്തു, ആ ഒരു സെല്ലിൽ നമ്മൾ സെലക്ട് ചെയ്തു. തൊട്ട് മുകളിലായിട്ട് കാണുന്ന റിപ്പീറ്റ് എന്നുള്ള ബട്ടൺ, ഈ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ അപ് ടു ഫ്രെയിം എന്നുള്ളിടത്ത് നമുക്ക് 60 എന്ന് കൊടുക്കാം. ഇനി ഇവിടെ അപ്ലൈ എന്ന് കൊടുക്കുന്നു. അപ്പം ഈ ഒരു പിക്ചർ 60 ഫ്രെയിമിലേക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ 60ാമത്തെ ഫ്രെയിം എടുത്താൽ ഈ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കോളം, ഈ ഒരു സെക്കൻഡ് കോളത്തിലാണ് നമുക്ക് ആ ഒരു ബേർഡിൻ്റെ പിക്ചർ കൊണ്ടുവരേണ്ടത്. അപ്പോൾ കോളം 2 എടുത്തു, അതിൽ ആദ്യത്തെ ഫ്രെയിം ഇവിടെ എടുത്തു വെച്ചു. അപ്പോൾ ആദ്യത്തെ ഫ്രെയിം ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ആദ്യത്തെ സെല്ല് ഇവിടെ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഇമേജ് കൊണ്ടുവരണം. അതിനായിട്ട്
ബ്രൗസർ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ബേർഡ് 1 എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിലിവിടെ bird.png. അപ്പോൾ ഇതൊരു സീക്വൻസ് ഇമേജാണ്. നമ്മളിവിടെ നോക്കിയാൽ കാണാം 6 ഫ്രെയിം ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്കിൽ ലോഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നതിൽ ലോഡ് എന്ന് കൊടുക്കുക. ആ ഒരു ഇമേജ് വന്നിട്ടുണ്ടാവും. നമ്മൾ ഇനി ആനിമേഷൻ എന്നുള്ളത് എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം ഒന്നാമത്തെ ഫ്രെയിമിൽ ഇങ്ങനെയാണ്, രണ്ടാമത്തെ ഫ്രെയിം എടുക്കുമ്പം ഇങ്ങനെ ഈ ഒരു ഇമേജിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ 6 ഫ്രെയിം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിത് 60 ഫ്രെയിമിലേക്ക് എത്തിക്കണമെങ്കിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ സെല്ലിലാണുള്ളത്, ഒന്നാമത്തെ ഫ്രെയിമിലാണുള്ളത്. ഇവിടെ നിന്ന് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ഇത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. ഇനി നമ്മളിവിടെയുള്ള റിപ്പീറ്റ് ബട്ടൺ, ആ റിപ്പീറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഇവിടെ അപ് ടു ഫ്രെയിം എന്നുള്ളിടത്ത് 60 എന്ന് കൊടുക്കുക. അപ്ലൈ എന്ന് കൊടുത്തു. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം ഈ സീക്വൻസ് ഇമേജ് ആയിട്ട് തന്നെ ഇത് താഴേക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നാൽ നമ്മൾ ആനിമേഷൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ടാണ് അത് ചെയ്യേണ്ടത്. ഇനി നമ്മളോട് ഒരു MP3 ഫയലും കൂടി ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്കിനി അടുത്ത ഫ്രെയിം കോളം 3 എന്നുള്ളതിൽ സെലക്ട് ചെയ്തു. അതിൽ ആദ്യത്തെ ഫ്രെയിം സെലക്ട് ചെയ്തു. വീണ്ടും ബ്രൗസർ എന്നുള്ളത് എടുക്കുക. ഇവിടെ ഓപ്പൺ ടൂൺസ് എന്നുള്ളതെടുത്തു. ഇവിടെ മ്യൂസിക് 1.mp3 എന്ന് കാണാം. അത് സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്കിൽ ലോഡ് എന്ന് കൊടുത്തു. ഇവിടെയും ലോഡ് എന്ന് കൊടുക്കാം. ഇനി ആനിമേഷൻ എന്നുള്ളതെടുത്തു. അപ്പോൾ ഇവിടെ സൗണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി ആനിമേഷനാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് കോളം 2ലെ ബേർഡിൻ്റെ ആദ്യത്തെ പിക്ചർ നമ്മൾ സെലക്ട് ചെയ്യാം. ആദ്യത്തെ പിക്ചർ സെലക്ട് ചെയ്തു. ഇനി ഇവിടെയുള്ള ആനിമേഷൻ എന്നുള്ള ആനിമേറ്റ് ടൂൾ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ പൊസിഷനാണ് ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് പൊസിഷൻ എടുത്താലും മതി. എന്നിട്ട് ഈ ഒരു ഇമേജിനെ നമ്മൾ ഈ ഒരു മരത്തിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവെക്കുന്നു. വേണമെങ്കിൽ ഇതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കണമെങ്കിൽ നമുക്കിവിടെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് സ്കെയിൽ ടൂൾ എടുക്കാം. ഒന്ന് നമ്മൾ ഈ മൗസ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇതാക്കിയാൽ അതിൻ്റെ സൈസ് ചെറുതാവുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും പൊസിഷൻ എടുത്തു. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഫ്രെയിം എടുക്കുകയാണ്. 60th ഫ്രെയിം എടുക്കുന്നു. 60th ഫ്രെയിം സെലക്ട് ചെയ്തു. ഇവിടെ ഈ ബേർഡ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നു. ഇവിടെ വേണമെങ്കിൽ കുറച്ചും കൂടി സൈസ് വലുതാക്കണമെങ്കിൽ പറഞ്ഞിട്ടില്ല, വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇങ്ങനെ ചെറുതായിട്ടൊരു സൈസ് ചേഞ്ച് കൊടുത്തു. ഇനി നമ്മൾ പൊസിഷൻ എന്നുള്ളത് എടുത്തു. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം ഈ 60th ഫ്രെയിം കഴിഞ്ഞിട്ട് ഈ സൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കത് ആവശ്യമില്ല. അപ്പോൾ ഇവിടെ തൊട്ടിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഇത് സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്കിൽ ഡിലീറ്റ് സെൽസ് എന്ന് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ 60ാമത്തെ ഫ്രെയിം വരെയാണ് ഇപ്പം മ്യൂസിക് വന്നിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് ഫസ്റ്റ് ഫ്രെയിം എന്ന് കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ഫ്രെയിമിൽ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത്രയും നമ്മൾ ചെയ്തു. നമുക്കിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് MP4 ആയിട്ടാണ് സേവ് ചെയ്യേണ്ടത്. അതിനായിട്ട് 2 മെത്തേഡ് ഉണ്ട്. അതിലേറ്റവും എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന മെത്തേഡ് നിങ്ങൾ പഠിച്ചാൽ മതി. റെൻഡർ എന്നുള്ളതെടുത്തു. അതിൽ ഔട്ട്പുട്ട് സെറ്റിങ്സ് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും മുകളിലായിട്ട് നെയിം എന്താണോ അതിന് കൊടുക്കാൻ ഉദ്ദേശിച്ച നെയിം ബേർഡ് എന്നാണെങ്കിൽ ബേർഡിന് കൊടുത്തു. ഇനി താഴേക്ക് സേവ് ഇൻ എന്നുള്ളിടത്ത് ഈ ഫയൽ സെറ്റിങ്സ് എന്നുള്ളിടത്ത് നമ്മൾ ഈ 3 ഡോട്ട്സിലൊന്ന് പ്രസ് ചെയ്തു. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം ഹോം. നിങ്ങളുടെ ആ ഒരു ഹോമിൻ്റെ നെയിം ഇവിടെ കാണിക്കുന്നുണ്ട്. അത്രയും ഭാഗം മാത്രം മതി. ബാക്കിയുള്ള നമുക്ക് ഡിലീറ്റ് ചെയ്യരുത്, കളയാം. ഇവിടെ ഹോം മോഡൽ IT എക്സാം 2026 സ്ലാഷ് ഉണ്ട്. ആ സ്ലാഷിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫോൾഡറാണ് ഇവിടെ ഓപ്പൺ ആയി വരിക. അപ്പോൾ അതിനകത്ത് നമ്മളോട് exam10 പ്രൊഡക്ട്സിലാണ് സേവ് ചെയ്യാൻ പറഞ്ഞത്. exam10 പ്രൊഡക്ട്സ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ആ ലൊക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചൂസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടേക്കാണ് സേവ് ആവുക. ഇനി നെയിം എന്നുള്ളിടത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന നെയിം രജിസ്റ്റർ നമ്പർ _flying bird എന്നുള്ള കൊടുക്കുക. _flying bird എന്ന് കൊടുക്കുക. ഇനി നമുക്കിത് MP4 ആയിട്ടാണ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് MP4 ആക്കി മാറ്റുക. ഇത്ര ആക്കിയതിന് ശേഷം നമുക്ക് റെൻഡർ എന്ന് കൊടുക്കുക.
അപ്പോൾ ഇത് നേരെ ഡയറക്റ്റായിട്ട് ആ ലൊക്കേഷനിലേക്കാണ് ഇത് സേവ് ആവുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ലൊക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ അത് കാണാവുന്നതാണ്. ഹോമിൽ exam10 പ്രൊഡക്ട്സിൽ ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇവിടെയുണ്ട്. അങ്ങനെ നമുക്ക് സേവ് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് റെൻഡർ എന്നുള്ളതെടുത്തു, ഫാസ്റ്റ് റെൻഡർ ടു MP4 കൊടുത്തു. ഇത് സേവ് ആവുന്നത് ഡെസ്ക്ടോപ്പിലാണ്. അപ്പോൾ ആ ഫയലിനെ പിന്നെ നമ്മൾ exam10 പ്രൊഡക്ട്സിലേക്ക് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ അത് ഡെസ്ക്ടോപ്പിലുണ്ടാവും. ഡെസ്ക്ടോപ്പിൽ ഈ ഒരു ഫയലുണ്ട്. അതിനെ റൈറ്റ് ക്ലിക്കിൽ കോപ്പി ചെയ്തു, ഹോമിൽ exam10 പ്രൊഡക്ട്സിൽ റൈറ്റ് ക്ലിക്കിൽ പേസ്റ്റ് കൊടുക്കുന്നു. ഇനി ഇതിനെ റീനെയിം ചെയ്യണം. റൈറ്റ് ക്ലിക്കിൽ റീനെയിം എന്ന് കൊടുത്തു. ഇവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന നെയിം നിങ്ങളെ രജിസ്റ്റർ നമ്പർ _ ഫ്ലൈയിങ് ബേർഡ് എന്ന് കൊടുക്കുക. ഇതിലേതാണോ നിങ്ങൾക്ക് എളുപ്പമുള്ള ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. അതിൽ ഇതാണ് നിങ്ങൾ ടീച്ചറിനെ കാണിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Create an animation scene of a ball rolling down a hill using OpenToon software. Copy the OpenToons folder from the exam10 documents and paste it to the documents folder in home. Set the file name of the project being prepared in OpenToons as ball. Set the following video profile for the scene that is being created. അപ്പോൾ ആ ഒരു വീഡിയോ പ്രൊഫൈൽ ഇവിടെ തന്നിട്ടുണ്ട്. The animation scene being created should be for 5 seconds. Use the image namely hill.png given in the OpenToons folder as background. Draw the ball in vector layer and then apply pink color to it. Save the completed animation scene with your register number _ ball as file name to exam10 products as MP4 video. ഇതിൻ്റെ മലയാളം ക്വസ്റ്റ്യൻ നോക്കാം. കുന്നിൻ ചെരുവിലൂടെ പന്ത് താഴേക്ക് ഉരുണ്ടുവരുന്ന ഒരു ആനിമേഷൻ സീന് OpenToons സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ തയ്യാറാക്കുക. അപ്പോൾ ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ OpenToons ഫോൾഡർ കോപ്പി പേസ്റ്റ് ചെയ്യാനാണ്. അത് നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഹോം ഓപ്പൺ ചെയ്തു. ഇവിടെ exam10 ഡോക്യുമെൻറ്റ്സിൽ ഇവിടെ OpenToons എന്നുള്ള ഫോൾഡർ ഉണ്ട്. റൈറ്റ് ക്ലിക്കിൽ കോപ്പി ചെയ്യുന്നു. ഇവിടെ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്കിൽ പേസ്റ്റ് കൊടുക്കുന്നു. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് OpenToons ഓപ്പൺ ചെയ്യുക. ഷോ ആപ്ലിക്കേഷൻസിൽ OpenToons എന്ന് കൊടുത്തു. ഇവിടെ ന്യൂ പ്രൊജക്റ്റ് എന്ന് കൊടുക്കുക. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഉണ്ടാക്കുന്ന പ്രൊജക്റ്റിന് ബോൾ എന്ന പേര് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രൊജക്റ്റ് നെയിം എന്നുള്ളിടത്ത് ബോൾ എന്ന് കൊടുക്കുക. ഓക്കെ പ്രസ് ചെയ്തു. ഇനി ക്രിയേറ്റ് എ ന്യൂ സീൻ എന്നുള്ളിടത്ത് നിങ്ങളോട് പറഞ്ഞതുപോലുള്ള ഒരു സീൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സീൻ 1 ആണ്. സീൻ 1 എന്ന് കൊടുത്തു. ഇനി അടുത്തത് ക്യാമറ സൈസ് എന്നുള്ളിടത്ത് HD 720 എന്ന് കൊടുത്തു. യൂണിറ്റ്സ് പിക്സലാണ് കിടക്കുന്നത്. ഫ്രെയിം റേറ്റ് 12 എന്ന് കൊടുത്തു. ക്രിയേറ്റ് സീൻ എന്ന് കൊടുത്തു. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് hill.png എന്നുള്ളത് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ ആനിമേഷൻ റൂമിലാണ് ഇപ്പോൾ ഓപ്പണായി കിടക്കുന്നത്. കോളം 1ൽ ഫ്രെയിം 1 സെലക്ട് ചെയ്തു. ഇവിടേക്കാണ് നമുക്ക് ഇമേജ് കൊണ്ടുവരേണ്ടത്. ബ്രൗസർ സെലക്ട് ചെയ്തു. ഇനി ഇവിടെ നിന്ന് റൈറ്റ് ക്ലിക്കിൽ ലോഡ് ലെവലും എടുക്കാം. ബ്രൗസർ സെലക്ട് ചെയ്തു. ഇവിടെ മൈ ഡോക്യുമെൻറ്റ്സിലാണ് നമ്മൾ ഫോൾഡർ പേസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതെടുത്തു. OpenToonsൽ hill.png എന്നുള്ളത് സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്കിൽ ലോഡ് എന്ന് കൊടുത്തു. ഇവിടെ ലോഡ് എന്ന് കൊടുക്കുക. ആനിമേഷൻ റൂം എടുക്കുന്ന സമയത്ത് ആ ഒരു പിക്ചർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 5 സെക്കൻഡ് ദൈർഘ്യമുള്ള ആനിമേഷനാണ്. 60 ഫ്രെയിമിലാണ് ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇത് സെലക്ട് ചെയ്തു. ഇവിടെ മുകളിലായിട്ട് റിപ്പീറ്റ് ബട്ടൺ എടുക്കുന്നു. ഇവിടെ റിപ്പീറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തു. അപ് ടു ഫ്രെയിം എന്നുള്ളിടത്ത് നമ്മൾ 60 എന്ന് കൊടുക്കുക. അപ്ലൈ എന്ന് കൊടുത്തു. അപ്പോൾ ഇത് 60 ഫ്രെയിമിലേക്കായിട്ട് അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കോളം 2ൽ ഫ്രെയിം 1. ഇവിടേക്ക് നമുക്ക് വേണ്ടത് പുതുതായിട്ടൊരു ഇമേജ് ഡ്രോ ചെയ്യണം. അപ്പം അതിനായിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്കിൽ ന്യൂ ലെവൽ എന്നുള്ളത് എടുക്കുക. ന്യൂ ലെവലിൽ നെയിം ബോൾ എന്ന് കൊടുക്കുക. ഇവിടെ ടൂൺസ് റാസ്റ്റർ ലെവൽ എന്നുള്ളിടത്ത് വെക്റ്റർ ലെവൽ എന്ന് കൊടുത്തു. ഇവിടെ അപ്ലൈ എന്ന് കൊടുത്തു. ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു ബോളാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഫ്രെയിം സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഡ്രോയിങ് എന്നുള്ളതിലേക്ക് പോവാം. നമുക്കിവിടെ ഒരു ബോളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ആവശ്യമുള്ളത് ഈ കാണുന്ന ടൂളാണ്. ജിയോമെട്രിക് ടൂൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഷേപ്പ് എന്നുള്ള മുകളിലായിട്ട് ഷേപ്പ് കാണിക്കുന്നുണ്ട്.
ആ ഷേപ്പ് എന്നുള്ളിടത്ത് റെക്റ്റാങ്കിൾ ആണ് ഉള്ളത്. നമ്മൾ ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് സർക്കിൾ. അപ്പോൾ സർക്കിൾ എന്നുള്ളത് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എവിടെയാണോ ഇമേജ് വേണ്ടത് ആ ഒരു ഇമേജ് നമ്മളിവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് ഡ്രോ ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കളർ ഫില്ല് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഫിൽ ടൂൾ എന്നുള്ളത് എടുത്തു. എന്നിട്ട് നമ്മളിവിടുന്ന് കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഒരു റോസ് കളറാണ്. അപ്പോൾ റോസ് കളർ എന്നുള്ളത് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് ഫില്ല് ചെയ്യുന്നു. ഇവിടെ കളർ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ആനിമേഷൻ റൂമിലേക്ക് വരിക. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഇമേജ് നമുക്ക് എന്ത് ചെയ്യണം, 60 ഫ്രെയിമിലേക്ക് എത്തിക്കണം. അതിനായിട്ട് ഇവിടെ നമ്മൾ റിപ്പീറ്റ് എന്നുള്ളത് കൊടുത്തു. റിപ്പീറ്റ് എന്നുള്ളത് കൊടുത്തു. ഇവിടെ 60 എന്ന് കൊടുക്കുക. അപ്ലൈ എന്ന് കൊടുത്തു. ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഒരു ആനിമേഷൻ കൊടുക്കലാണ്. അപ്പോൾ ആനിമേഷൻ കൊടുക്കാനായിട്ട് ഈ ബോൾ 1 എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇവിടെയുള്ള ആനിമേറ്റ് ടൂൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ പൊസിഷനിലാണുള്ളത്. നമ്മൾ ഈ ഒരു ഇമേജിനെ ഇവിടേക്കായിട്ട് സെറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്യാം. ലാസ്റ്റ് ഫ്രെയിം 60th ഫ്രെയിം നമ്മൾ സെലക്ട് ചെയ്തു. ഈ ഒരു ബോളിനെ നമ്മൾ ഇവിടേക്കായിട്ട് സെറ്റ് ചെയ്യാം. റൊട്ടേഷനൊക്കെ കൊടുക്കണമെങ്കിൽ ഇവിടെ നമുക്ക് റൊട്ടേഷനൊക്കെ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് ഫ്രെയിം കൊടുത്തു, പ്ലേ കൊടുക്കുന്നു. ഇനി നമുക്കിതൊന്ന് റെൻഡർ ചെയ്യണം. അപ്പോൾ അതിന് ലൊക്കേഷനിലേക്ക് ഡയറക്റ്റ് റെൻഡർ ചെയ്യാനായിട്ട് റെൻഡർ ഔട്ട്പുട്ട് സെറ്റിങ്സ് എന്നുള്ളത് എടുത്തു. ഇവിടെ നെയിം എന്നുള്ളിടത്ത് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ വെറുതെ ബോൾ എന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി താഴേക്ക് ഇവിടെ സേവ് ഇൻ ഫയൽ സെറ്റിങ്സിൽ സേവ് ഇൻ ഔട്ട്പുട്ട് എന്നുള്ളിടത്ത് 3 ഡോട്ട്സിൽ പ്രസ് ചെയ്യുന്നു. ഇവിടെ മോഡൽ എക്സാം വരെയുള്ളത് ആ സ്ലാഷ് വരെയുള്ളതാക്കി എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സാം 10 പ്രൊഡക്ട്സ് എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ചൂസ് എന്ന് കൊടുത്തു. ഇനി ഇവിടെ സീൻ 1 എന്നുള്ളിടത്ത് നിങ്ങൾ രജിസ്റ്റർ നമ്പർ കൊടുത്തു. _ ബോൾ എന്ന് കൊടുക്കാനാണ് പറഞ്ഞത്. ബോൾ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ടിഫ് എന്നാണുള്ളത്. അത് സെലക്ട് ചെയ്തിട്ട് MP4 എന്നാക്കി മാറ്റുക. എന്നിട്ട് റെൻഡർ കൊടുക്കുക. ഇത് ക്ലോസ് ചെയ്തു. നമുക്ക് ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഹോമിൽ എക്സാം 10 പ്രൊഡക്ട്സ് എടുത്തു. അപ്പോൾ നമ്മൾ ചെയ്തു വെച്ച ഫയൽ ഇതാണ് നമ്മൾ ടീച്ചറിനെ കാണിച്ചു കൊടുക്കേണ്ടത്.